ധർമ്മസ്ഥലയിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളിലേക്ക് നയിച്ചത് സൗജന്യ കൊലക്കേസിലെ നിയമ പോരാട്ടമാണ്. 2012-ലാണ് ധർമ്മസ്ഥലയിലെ വിദ്യാർത്ഥിയായ സൗജന്യ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. CBI അടക്കം അന്വേഷിച്ചെങ്കിലും മറ്റ് നിരവധി കേസുകൾ പോലെ തേഞ്ഞുമാഞ്ഞു പോയി സൗജന്യ കേസ്. ധർമ്മസ്ഥല റോഡിൽ നിന്ന് പാങ്കളയിലേക്ക് വരുന്ന വഴിനീളെ ഇങ്ങനെ നിരവധി ബോർഡുകൾ കാണാം. 2012-ൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ വീട്ടിലേക്കുള്ള വഴിയെന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നീതിക്ക് വേണ്ടി ഒരു കുടുംബം നടത്തുന്ന പോരാട്ടത്തിന്റെ കഥ പറയും പാങ്കളത്തേക്കുള്ള ഈ വഴി. നേത്രാവതിയിലെത്തി ആരെങ്കിലും സൗജന്യയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കുന്നതിനും ഓട്ടോറിക്ഷ വരുന്നതിനുമെല്ലാം വിലക്കുണ്ട്. ഇതോടെയാണ് വഴിയിലുടനീളം കുടുംബം കൊല്ലപ്പെട്ട മകളുടെ ചിത്രം പതിച്ച സൗജന്യയുടെ വീട്ടിലേക്കുള്ള വഴിയെന്ന് രേഖപ്പെടുത്തി അനീതിക്കെതിരായ ചൂണ്ടുപലക സ്ഥാപിച്ചത്. പതിമൂന്ന് വർഷം മുമ്പ് കർണാടകയെ ഇളക്കിമറിച്ച കേസാണ് സൗജന്യ കൊലപാതകം. 17 വയസ്സായിരുന്നു. ഉജിരെ SDM കോളേജിൽ PUC വിദ്യാർത്ഥി. 2012 ഒക്ടോബർ 9-ന് നേത്രാവതി ഘട്ടിൽ ബസ്സിറങ്ങി 2 കിലോമീറ്റർ അകലെയുള്ള പാങ്ങളയിലെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഒരു സംഘം സൗജന്യയെ തട്ടിക്കൊണ്ടുപോയത്. മകളെ കാണാതെ അച്ഛൻ ചന്ദ്രപ്പ ഗൌഡയും അമ്മ കുസുമാവതിയും തേടിയിറങ്ങി. പോലീസ് സ്റ്റേഷനിലെത്തി. തെരച്ചിലിനൊടുവിൽ പിറ്റേ ദിവസം നേത്രാവതി ഘട്ടിനരികിലുള്ള കുറ്റിക്കാട്ടിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തി. പാതി നഗ്നയായിരുന്നു. കഴുത്തിൽ കോളേജ് ID കാർഡിന്റെ ടാഗ് മുറുക്കിയ നിലയിലുണ്ടായിരുന്നു. പ്രദേശത്ത് നല്ല മഴയുണ്ടായിരുന്നെങ്കിലും മൃതദേഹം നനഞ്ഞിരുന്നില്ല. ಆವಾಗ ಅದೇ ಜಾಗದಲ್ಲಿ ನನ್ನ ಮಗಳ ಬಾಡಿ ಸಿಕ್ಕಿತ್ತು. ಕಾಲಲ್ಲಿ ರಕ್ತ ಬರ್ತಿತ್ತು. ನಂತರ ಒಂದು ಕಾಲಲ್ಲಿ ಚಪ್ಪಲಿ ಇತ್ತು, ಒಂದು ಕಾಲಲ್ಲಿ ಚಪ್ಪಲಿ ಇರಲಿಲ್ಲ ಅಂತ ನಾನು ನೋಡಿಲ್ಲ. ನಾನು 9ನೇ ತಾರೀಕಿಗೆ ಮಗಳ ಮುಖ ನೋಡಿಲ್ಲ. 10ನೇ ತಾರೀಕಿಗೆ ಮಗಳ ಏನದು ಮುಖ ನೋಡಿದ್ದೇನೆ. ಅಂದರೆ ನಾನು ಈ ರೀತಿ ಮಗಳನ್ನು ಸಾಯಿಸಿ ತಂದು ಹಾಕ್ತಾನಂತ ನಾನು ಭಾವಿಸಿಲ್ಲ. ಎಲ್ಲಾದರೂ ತೆಗೊಂಡೋಗಿ ಮಾರಿಬಿಡ್ತಾರೆ ಅನ್ನುವಂಥ ಆ ಭಾವನೆಯಲ್ಲಿ ನಾನಿದ್ದೆ. ಮಗಳು ಖಂಡಿತ ನನಗೆ ಸಿಗ್ತಾ ಇಲ್ಲ ಅಂತ. ക്രൂരമായ കൊലപാതകത്തിൽ അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല. മൃതദേഹത്തിൽ നിന്ന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും പോലീസ് ശേഖരിച്ചില്ല. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭമുയർത്തി. CPIM നേതൃത്വത്തിൽ ധർമ്മസ്ഥലയിലും മംഗളൂരുവിലും പ്രക്ഷോഭം നടത്തി. CPIM നേതാക്കളും അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ നേതാക്കളുമെല്ലാം ധർമ്മസ്ഥലയിലെത്തി കുടുംബത്തിന് പിന്തുണ അറിയിച്ചു. ആക്ഷൻ കൗൺസിലിന്റെ നിയമ പോരാട്ടത്തിനൊടുവിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. സമീപത്തുള്ള ഓട്ടോ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലൊതുങ്ങി CBIയുടെ അന്വേഷണം. മറ്റ് കേസുകളെ പോലെ തെളിവില്ലാതെ അവസാനിച്ചു സൗജന്യ കേസും. ധർമ്മസ്ഥലയിലെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തുമ്പോൾ സൗജന്യക്ക് നീതി കിട്ടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 13 വർഷമായി കണ്ണീരുണങ്ങാതെ കാത്തിരിക്കുകയാണ് ഈ അമ്മ. മകളുടെ ഘാതകരെ എന്തെങ്കിലും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.